ആണെന്നില്ല, എങ്ങടുത്ത് ഇരിക്കണം എന്നറിയില്ല. ആകൊരു ചെറുതായിട്ടൊന്ന് ടെൻഷനായിപ്പോയി. വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി. പ്രകൃതി നമ്മളെ. ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് ഞങ്ങളുടെ ഒരു പുതിയൊരു വ്ളോഗാണ്. അതായത് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ ജോയ് സ്റ്റേ പറഞ്ഞ അവിടെയാണ് ഞങ്ങൾ ഇന്നലെ റൂം എടുത്തത്. ഇന്നലെ ഞങ്ങൾ മഞ്ചേരിക്ക് എത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ബ്രാൻഡുണ്ട്, സ്പൈൻ മോം സ്ട്രീറ്റ് വെയർ ക്ലോത്തിങ് പറഞ്ഞിട്ട്. അതൊരു ടീഷർട്ടാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അതിൻ്റെ കസ്റ്റമർ ഡീലിങ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങളത് ഇയർലി വരലുണ്ട്. അപ്പോൾ ഇയർ ഇപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എന്നിട്ട് മഞ്ചേരി എത്തി. അപ്പോൾ മഞ്ചേരിയിൽ എത്തി ഞങ്ങൾ എന്നിട്ട് ഇവിടെ ജോയ് സ്റ്റേ പറഞ്ഞൊരു ഇത് ഗൂഗിളിൽ ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ നോക്കിയിട്ടാണ് എടുത്തത്. പക്ഷേ അടിപൊളി സ്റ്റേ. ശരിക്കും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തേ ഇല്ല ഇങ്ങനത്തെ ഒരു സ്റ്റേ ആയിരിക്കും എന്നുള്ളത്. അടിപൊളി എന്ന് വെച്ചാൽ നല്ല സ്റ്റേ ആയിരുന്നു. അതായത് റൂമും അത്യാവശ്യം കിങ് സൈസ് ബെഡുള്ള റൂം, AC, എയർ കണ്ടീഷണർ ഉള്ളത്. എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഭയങ്കര കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കി ഒന്ന് കാണിച്ചു കൊടുക്കവർക്ക്. അവിടെ നോക്കും ബാക്കിൽ കുറേ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോർ. ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നോക്കി ഞങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുക. ഫുള്ള് ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്, പിന്നെ ക്യാരംസ് ഉണ്ട്, പിന്നെ വീഡിയോ ഗെയിം ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇല്ല, ചെസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ ഫാമിലി ബോക്സിങ്. പിന്നെ ഒരു സൂപ്പർ ഓഫീസ് ടേബിൾ, 2 ബെഞ്ചിട്ട് അതിന് മേലെ പേപ്പർ ഓഫീസ് ടേബിളായി. പിന്നെ നല്ല ഒരു എന്താ പറയുക, അച്ചീവ്മെൻറ്റ് റീഡിങ് ക്വസ്റ്റ്യൻ, നല്ല ഒരു വൈബ് ഏരിയ. നല്ല സ്യൂളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് മേക്ക് മൈ ട്രിപ്പിൽ എടുത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. പക്ഷേ ഇവർ കുക്ക് ചെയ്തതല്ല വരുന്നത്, ഇവർ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ഐറ്റമാണ് അവരുണ്ട് പറഞ്ഞത്, ദോശയും ഇഡ്ഡലിയും. അപ്പോൾ ഞങ്ങൾ ഒരു ദോശ, ഒരു സെറ്റ് ദോശ, ഒരു ഇഡ്ഡലി, ഒരു സെറ്റില്ല 3 വെച്ച് പറഞ്ഞു. കാരണം വിശത്താണ്, വീണ്ടും കഴിക്കാൻ പറ്റില്ല. കോഫിയും അവർ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ സെർവ് ചെയ്ത് തരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഐ മീൻ തരണം എന്നല്ല, തന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പിന്നെ നമ്മൾ 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 6 സ്റ്റാർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണ്. അല്ല, ഇവിടെ ഏകദേശം അങ്ങനെ തന്നെയാണ് എല്ലാം ഉള്ളത് കേട്ടോ. എല്ലാം നമ്മൾ സ്റ്റേ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഇതാക്കണം. അത്യാവശ്യം നല്ല സ്റ്റേ ആണ്. അപ്പോൾ മഞ്ചേരിക്ക് വരുന്നവർ ചെറിയൊരു കിച്ചൺ ടൈപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് തന്നെ കോഫിയൊക്കെ വെച്ച് കുടിക്കാം. പിന്നെ ഇതാ അവിടെ നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യണം പറഞ്ഞത് അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അയൺ ചെയ്യുന്ന പറഞ്ഞാൽ ഇതാ അയണിങ് ഉണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഇതൊരു ചെറിയൊരു സ്റ്റേജാണ് ഗൈസ്, ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ കാണാം നമുക്കപ്പോൾ. റൂമൊക്കെ കാണിച്ചു തരാം ഗൈസ്. അതെ, ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടല്. ഇതുണ്ടോ, ഇതാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ഇത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഓരോ ഫോൺ വഴി കൂടെ സംസാരിക്കാം അല്ലേ? അതെ ഗൈസ്, ഇപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് അരീക്കോടാണ് പോകാൻ നോക്കണത്. അരീക്കോട് ഇല്ലെങ്കിൽ കൊണ്ടോട്ടി, രണ്ടും 2 സ്ഥലത്താണ്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ആദ്യം എവിടെ പോകണം തീരുമാനിച്ചിട്ട് അവിടെ പോയിട്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ. ഇനി അവിടെ നിന്ന് ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ വയനാട് സ്റ്റേ അടിക്കാന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് പോകുമ്പോൾ തന്നെ അറിയുള്ളൂ. കാരണം അത്യാവശ്യം ഓടാനുണ്ടല്ലോ അവിടേക്കും. അപ്പോൾ ഓടിക്കഴിഞ്ഞ് ഒരവിടെ എത്തുമ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പോയി സമയമൊക്കെ
അതിൻ്റെ ടൈം. പിന്നെ ഒന്നാമത് എന്താണെന്ന് അറിയോ, ഈ കറക്റ്റ് ഈ ടൈമിൽ നമുക്ക് പോകുന്നത് കറക്റ്റ് 11 മണിക്ക് എല്ലാവരും കടയൊക്കെ തുറന്ന് സെറ്റായി നിൽക്കണം. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് അത്യാവശ്യം സംസാരിക്കും, കുറച്ച് കാര്യങ്ങൾ ഇല്ലാത്തൊക്കെ ചെയ്യാം. ബാക്കാ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. മമത ബേക്കറി ആൻഡ് അങ്ങനെ എന്താ പറഞ്ഞത് പേര്. അടിപൊളി വൈബില്ല, നല്ല അടിപൊളി സെറ്റപ്പ്. അരീക്കോട്. ഗൈസ്, അപ്പോൾ നമ്മുടെ മന്തി വന്നു. നിറയെ റൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ പെരിപ്പരി അൽഫാമാണ് പറഞ്ഞത്. ഗൈസ് ഇതാ ഇപ്പൊ മന്തി വന്നിട്ടുണ്ട് ഗൈസ്, പെരിപ്പരി മന്തി. ഓക്കെ, എങ്ങനെയുണ്ട് നോക്ക്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. നമ്മള് താഴെ ബേക്കറിയാണ് ഗൈസ്. ഉണ്ടോ ഗൈസ്, ഇതാണ് താഴെ ബേക്കറി. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളിതാ മറ്റേ എവിടെയായിരുന്നു, അരീക്കോട് ഞങ്ങൾ മുക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 7 കിലോമീറ്റർ ഉണ്ട് മുക്കത്തേക്ക്. ഞങ്ങൾ അരീക്കോടിന് 7 കിലോമീറ്റർ അല്ല, പകുതി റണ്ണിങ് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരു നെയിം ബോർഡ് കണ്ടപ്പോൾ പറയണതാണ്. അപ്പോ ഈ മുക്കത്ത് പോയിട്ട് കാഞ്ചനമാല ഉണ്ടോ നോക്കണം. ഞങ്ങളെ തങ്കന്മാല ഒരു കാഞ്ചനമാല ഉള്ളപ്പോ ഞാൻ എന്തിനാ ഗൈസ് വേറെ അപ്പൊ ഇനി മുക്കത്ത് കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പൊ അവിടെ ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് നേരെ താമരശ്ശേരി, അതുവഴി അങ്ങനെ വയനാട്, കൽപ്പറ്റ, വയനാട് എത്തിയിട്ട് ഞങ്ങളുടെ ഏട്ടനെ വിളിക്കണം, അനിയേട്ടനെ മെയിൻ ഇടമാണ് വയനാട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം പറയാം. ഫുഡ് നല്ല ഫുഡ് കിട്ടും അവിടെ. എന്തായിരുന്നു, മമത ബേക്കറി. ഞങ്ങൾ പക്ഷെ പറഞ്ഞത് പെരിപ്പരി മന്തി, അയാൾ കൊണ്ടുവന്ന് തന്നത് അൽഫാം മന്തി. എന്താ ഗൈസ്, ഞങ്ങൾ അയാളെ വിളിച്ച് അതും പോലെ തന്നെ നമ്മൾ പീസ് എടുത്ത് കഴിക്കുകയും ചെയ്തു. പെട്ടെന്ന് നോക്കുമ്പോ ഞങ്ങൾ ആലോചിക്കായിരുന്നു എന്താ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്. അവനവനിക്ക് എന്ത് വിധിക്കണോ അതേ കിട്ടുള്ളൂ, അതാണ്. ഞങ്ങള് മറ്റേ ഏതാണ് പെരിപ്പേരി ഉദ്ദേശിച്ചു. അൽഫാം ഹണി കിട്ടി, അൽഹംദുലില്ലാ റാത്ത്. പക്ഷെ നന്നായിട്ടായിരുന്നു കേട്ടോ ഫുഡ്, റൈസ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങള് മറ്റേ ഇപ്പൊ കഴിച്ചവിടെ ബില്ല് എങ്ങനെ വന്നു വെച്ചാൽ ചെറിയ ബില്ലേ ഉള്ളൂ, 470 രൂപ ആയുള്ളൂ. അതായത് 430 രൂപ ഫുഡിനും 40 രൂപ ഒരു 7-അപ്പിനും. പിന്നെ അവിടെ മന്തി മന്തി റൈസിന് സെപ്പറേറ്റ് റേറ്റ് ആണ്, അൽഫാമിന് സെപ്പറേറ്റ് റേറ്റ് ആണ്. അങ്ങനെയാണ്. ഹാഫ് മന്തിക്ക് 160 രൂപ. നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞാല് മന്തി എന്ന് പറഞ്ഞാല് ഒരേ റേറ്റ് ആണ്. അൽഫാം മന്തി, നോർമൽ മന്തി, അങ്ങനെ. അപ്പോ ഇനി ഞങ്ങൾ മുക്കത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ
വരുന്ന വഴിക്ക് നമ്മളെ ടയർ വേറെ 2 ദിവസമായിട്ട് കാറ്റ് കുറയുന്നുണ്ട് ഗൈസ്, എന്താന്നറിയില്ല. പഞ്ചർ ചെക്ക് ചെയ്തപ്പോ പഞ്ചറൊന്നുമില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിന്റെ ടയറിന് കാറ്റ് നല്ല കമ്മിയാവുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് കാറ്റൊക്കെ ഇതാക്കിയിട്ടാണ് വന്നത് ഗൈസ്. ഞങ്ങൾ 2 ദിവസം മുമ്പ് കോയമ്പത്തൂർ പോയപ്പോഴും ഇതേ പ്രശ്നമായിരുന്നു. അപ്പോൾ പഞ്ചർ ഇടയിൽ പോയി എല്ലാവരുടെയും ചെക്ക് ചെയ്ത് എയർ അടിച്ചിട്ട് മിണ്ടാണ്ട് വന്നു. കാരണം അയാളും പറഞ്ഞു ഒരു കുഴപ്പവും കാണില്ല. ഇന്നും ഇതേ പ്രശ്നം. ഇനിയും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, ടയർ മാറ്റേണ്ടി വരും. ടയർ മാറ്റിട്ടേ ഉള്ളൂ മാറ്റിയത് ഗൈസ്, കാശില്ല ഗൈസ്, എന്താ ചെയ്യാ ഗൈസ്? അങ്ങനെയല്ല ഗൈസ്, അങ്ങനെ തന്നെയാണ് ഗൈസ്. ഒരാളെ വേണ്ടന്നൊക്കെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. സെക്കൻഡ് എന്നിട്ട് ആള് ടയറിന് 5000 മേലെ വരുന്നുണ്ട്. പോയിട്ടാണ് ഗൈസ് ടയർ മാറ്റിയത്. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളുടെ മുക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മുക്കത്ത് ഞങ്ങളുടെ പരിപ്പൊന്നും വെന്തില്ല എന്നല്ല, അവിടെ ഉള്ളവർക്ക് അത് വേഗില്ല. കാരണം നമ്മുടെ ബോക്സി ഫിറ്റ് ആണ്, ഓവർ സൈസില്. അത് അവർക്ക് അവിടെ സെറ്റ് ആവില്ല. അവരിപ്പോഴും കൊടുവള്ളി ട്രെൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നവരാണത്ര. സോ അതായത് അവർക്ക് ഇനിയും ബാഗ് ഒന്നും എത്തിക്കില്ല എന്നാണ് അവിടെ ഉള്ളവർ പറയണത്. പക്ഷെ കുഴപ്പമില്ല, നമ്മളിനി അടുത്തത് താമരശ്ശേരി, അവിടെ നിന്ന് അങ്ങനെ കൽപ്പറ്റയെന്ന് വയനാട്. ഇതാണ് നമ്മുടെ പ്ലാന്. ഇനി പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻ ചേഞ്ച് ആവുമോ ഇല്ലെങ്കിൽ ഇതന്നെ ആയിരിക്കുമോ പ്ലാന് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന പ്ലാൻ ഇതാണ്. ഇനി ടൈം ഡിലേക്ക് അനുസരിച്ചിട്ട് ഉണ്ടാവും. ഒരുപാട് ഡിലേ ആയാൽ ചിലപ്പോൾ ഹിൽസ് കയറാൻ നിൽക്കില്ല, ഞങ്ങൾ എവിടെയെങ്കിലും സൈഡാവും. അല്ലെങ്കിൽ നല്ല വയനാടൊക്കെ കണ്ട് വയനാട് എന്തായാലും ഒരു ദിവസം സ്റ്റേ അടിക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല, ഞങ്ങൾ അവിടെ എത്തിയാലേ തീരുമാനിക്കുള്ളൂ. മാക്സിമം ഇന്ന് വയനാട്ടിൽ എത്താനാണ് ഞങ്ങൾ നോക്കുന്നത്. അതെ ഇന്ന് വയനാട്ടിലെത്തിയാൽ ഇപ്പൊ ക്ലൈമറ്റ് കുറച്ച് മോർണിംഗ് ഫുള്ളായിട്ട് അവിടെ ഫുള്ളായി കറങ്ങി പിന്നെ ഒരു ദിവസം കൂടി സ്റ്റേ അടിച്ചിട്ട് അങ്ങനെ വരാന്നാണ് പ്ലാൻ. മറ്റന്നാള്, അതായത് നാളെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച അവിടെ ഇരുന്ന് ശനിയാഴ്ച മോർണിംഗ് അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, എന്താവുന്നുള്ളത് അറിയില്ല. ഇപ്പൊ സമയം 5:30 പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട് ഇപ്പൊ തന്നെ. എന്താ വെച്ചാ നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഷോപ്പിങ്ങനെ നോക്കി പോവാണ്. ഒരു 5 മണി മുതൽ ഒന്നും കണ്ടിട്ടില്ല, റെഡി ആയിട്ടില്ല. കാരണം ഒരു 2-3 ചായ അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ചായക്കട കിട്ടി. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ മാത്രം കാണിച്ചു തരുള്ളൂ. ഇറങ്ങി നിങ്ങൾ ഇറങ്ങി എന്ത് നോക്കുന്നത്? ചായ നല്ല ഒരു കാക്കാൻ്റെ കട കിട്ടി. എനിക്ക് ചായ മതി. 2 സ്ട്രോങ് ചായ, മധുരം കുറവ്. അപ്പൊ ഗൈസ് നമ്മള് ചായ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട്? പഴംപൊരിയുണ്ട്, മുട്ടവറ്റിയുണ്ട്, മസാല ബോട്ടുണ്ട്, കേക്കുണ്ട്, കോഴിമുട്ടുണ്ട്, പിന്നെ സമൂസ ഉണ്ട്, മുട്ടക്കേക്കുണ്ട്. ഗൈസ് നമുക്ക് കടി എടുക്കുന്നുണ്ട് ഗൈസ്. എന്താണ്? പഴംപൊരി. ഞങ്ങൾ വയനാട് പോകാൻ വേണ്ടി ഇതാ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം 9 മണിയായി. ശരിക്കും കയറാൻ തുടങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു. ശരിക്കും റോഡും കാണുന്നില്ല, ഞങ്ങളെ വണ്ടിയിൽ AC ഇല്ല, ഭയങ്കര ഒന്നും കാണാണ്ട് സീനായി ഗൈസ്. പിന്നെ ഞങ്ങളെ ഭാഗ്യം ഒരു കയറി നിൽക്കാൻ പറ്റുന്ന പോലെ ഒരു ഇത് കിട്ടി, ഒരു ഷോപ്പും അവിടെ ഒരു സ്ഥലമൊക്കെ ആയിട്ട്. വേഗം ഞങ്ങൾ അവിടെ കയറി. പിന്നെ മഴ വിട്ട ശേഷമാണ് ഞങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നില്ല, ഞങ്ങൾക്ക് കൽപ്പറ്റയിലായിരുന്നു ഞങ്ങൾ റൂം നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ടെന്റ്
അപ്പൊ ഞങ്ങൾ ഇതുവരെ ടെന്റിൽ സ്റ്റേ അടിച്ചിട്ടില്ല. അപ്പൊ ടെന്റ് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാനില് ടെന്റ് എടുത്തു. ഞങ്ങൾ ആ ഒരു ആവശ്യത്തിന് ശരി. അപ്പോ നാളെ കൽപ്പറ്റയ്ക്ക് പോവും വേണം. രാവിലെ കേറിയാ മതി ഗൈസ്. പക്ഷെ രാത്രി തന്നെ പോയി ഇരിക്കുക വൈബടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പെട്ടു. ഒന്നാമത് വണ്ടിയിൽ AC ഇല്ല, ഹീറ്റർ മാത്രം ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹീറ്ററും വെച്ചിട്ടാണ് പോണത്. ഫുള്ളും ഗ്ലാസും കയറ്റി. ഇപ്പൊ നമ്മളെ ഭാഗ്യത്തിന് സത്യം കുളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ, വേഗത്തിൽ കുളിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മളെ ഭാഗ്യത്തില് മഴ കുറവായതാണ്. നല്ല മഴ ഗൈസ്, നല്ല മഴ. ബ്ലോക്ക് ഇപ്പൊ ഒരു ബ്ലോക്ക്. ഈ ബ്ലോക്ക് കണ്ടോ നിങ്ങൾ? ഈ റൈറ്റ് സൈഡ് കാണുന്ന ബ്ലോക്ക് അതൊരു 2-3 കിലോമീറ്റർ അതിലൊക്കെ 2-3 കിലോമീറ്ററിന്റെ അടുത്തായി അവിടെ ഈ ബ്ലോക്ക് ഇങ്ങനെ നിക്കാണ്. നമ്മളിങ്ങനെ മൂവ് ആവുന്നുണ്ട്, പക്ഷെ അവര് അങ്ങനെ തന്നെയാണ് ഗൈസ്. ഈ വണ്ടി ഭയങ്കര ദൂരത്തേക്ക് ഉണ്ട് എന്നാ തോന്നുന്നു ഗൈസ്. അയ്യോ നമ്മള് നിന്നു ഗൈസ്. ഇല്ല ഗൈസ്, ഞങ്ങൾക്ക് മൂവിങ് ചെറിയൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതൊരു ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് പിന്നെ ഈ ഹിൽസിലേക്ക് അങ്ങനെ കാറായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ബൈക്കിലൊക്കെ ഞങ്ങള് ഊട്ടി കാറ് ആദ്യമായിട്ടാണ് ഹിൽസ് ഓട്ടുന്നത് ഗൈസ്. അതോ ഈ നൈറ്റ് ടൈം ഫസ്റ്റ് ആയിട്ട്. സിംഗമുത്ത് പയ്യൻ വെട്രിവേൽ. അതെ, സിംഗമുത്ത് പയ്യനല്ല. ചെറുതായിട്ടൊന്ന് പാളി ഗൈസ്. പിന്നെ ഇപ്പൊ അങ്ങനെ വണ്ടി നേരെ ഞങ്ങള് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല വൈബായി അങ്ങനെ വന്നു ഗൈസ്. പിന്നെ മഴയൊക്കെ നന്നായി നിന്നതിന് ശേഷം തന്നെ വണ്ടി എടുത്തുള്ളൂ. അതെ, നമുക്ക് എന്തായാലും മഴയത്ത് ഓട്ടാൻ പറ്റില്ലെന്ന് കൺഫേം ആണ്. സിംഗമുത്ത് പയ്യൻ വെട്രിവേലാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതി നമ്മളെ വികൃതി കാണിച്ച നമ്മളെ അല്ല, റോഡ് കാണുന്നില്ല. ഒന്നാമത് നമ്മ വണ്ടിന്റെ AC ഇല്ലാത്തോണ്ട് ഫുള്ളും ബ്ലറായി. അതാണ് പ്രശ്നം. കോട ഇറങ്ങുന്ന അങ്ങനത്തെ ഒരു ഇതും കൂടെ അല്ലേ. ഇത് ഗ്ലാസ് തന്നെ ഫുൾ ബ്ലറായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ റോഡ് കാണുന്നില്ല, എങ്ങടുത്ത് ഇരിക്കണം എന്നറിയില്ല. ആകെ ഒരു ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആയിപ്പോയി. നല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. വീഡിയോ എടുക്കാനുള്ള സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി എങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത്. ശരി, നിങ്ങളിപ്പോ നോക്കിപ്പോയി. ഇക്കാന്റെ മേലെയുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഗൈസ് ഈ രാത്രി നേരത്തെ ഞാൻ ഹീൽസ് കയറുന്നത്. നമ്മളെ വിശ്വസിച്ച കൈവിടില്ല. എന്ത് ഗൈസ്, അതാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി. കാരണം മഴയും പിന്നെ ഞങ്ങൾ ഓരോടെ നിർത്തി മെല്ലെ മെല്ലെ വന്നതുകൊണ്ട് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 10-12 മേലെ ആയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂം സെർച്ച് ചെയ്ത് പിന്നെ റൂം എടുത്ത് അങ്ങനെ വന്ന് ഞങ്ങൾ ടയേർഡായി അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ലൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൂം കണ്ടു നോക്കും. ഇതാണ് അത്യാവശ്യം വെൽപ്പുണ്ട്, സ്പേസ് ഉണ്ട് നല്ല. അതേമാതിരി ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയാണ് സൂപ്പർ. കാണിച്ചത് വരും. കമോൺ ഗൈസ്, ബാൽക്കണിയാണ് കാണിച്ചത്. രാവിലെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നല്ല വെയിലാണ്. ഫാമിലി കണ്ടു നോക്ക്. അതാ ഫാമിലി, ഇക്കാന്റെ ഫാമിലി ഇതാ അവിടെ ഓടുന്നുണ്ട് കേട്ടോ. ഓടിക്കൊണ്ടിരിക്കുന്നു. റാഷി എവിടെ പോണു? യൂട്യൂബായി പോയി, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നു. ആതിഫ് അദാഫൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഗൈസ്, അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തേക്ക് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നാളെ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ പൊളിക്കുക പൊളിച്ചെടുക്കുക.